ജെയ്സൺ അലറിക്കൊണ്ട് അവന്റെ പിന്നാലെ പാഞ്ഞു. അവൻ വേഗത്തിൽ ഓടി. എന്നാൽ ജെയ്സന്റെ കാലടികൾ അവന്റെ കാലുകളേക്കാൾ വേഗത്തിലായിരുന്നു. നിന്നോട് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കാൻ പറ്റില്ല അല്ല ചേറ്റേ. ജെയ്സൺ അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചോദിച്ചു. എന്നൊന്നും ചെയ്യല്ലേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. അയാൾ അവന്റെ മുമ്പിൽ കൈകൂപ്പി. നീ ഒന്നും ചെയ്തില്ലെങ്കിലും നിന്നെ വെറുതെ വിടില്ല. കാരണം നീ അവന്റെ ഗുണ്ടല്ലേ. അതുകൊണ്ട് നീ ഇനി ജീവിക്കണ്ട. ആ ഒരു ദാക്ഷിണില്ലാതെ അയാളെ കുത്തി വീഴ്ത്തി. അയാളുടെ കരച്ചിൽ അവിടെ മാകെ മുഴങ്ങി. ഒരു പൊട്ടിച്ചിരിയോടെ ജെയ്സൺ അവിടുന്ന് പോയി. സണ്ണിച്ച ചാരുകസേരിയിൽ കണ്ണടച്ചിരിക്കുന്ന സണ്ണിയുടെ അടുത്തേക്ക് വേണു വന്നു. അത് നമ്മുടെ അലോഷ്യസിനെ ജെയ്സൺ. എന്താ? അതേ സണ്ണിച്ച, അലോഷ്യസ് വീട്ടിലേക്ക് പോകുന്ന വഴി അവൻ പിന്തുടർന്ന് ഓടിച്ച് കുത്തി വീഴ്ത്തിയതാ. അവന്റെ കയ്യിലിരുന്ന ഗ്ലാസ് താഴേക്ക് വീണ് ചിതറി. ജെയ്സൺ അവന്റെ പരിധികളെല്ലാം ലംഘിച്ചിരിക്കുന്നു. ഇനി അവനെ വെറുതെ വിടാൻ പറ്റില്ല. അവന് തക്കതായ ശിക്ഷ കൊടുത്തേ പറ്റൂ. അതത്ര എളുപ്പമല്ല സണ്ണിച്ചായ. അവനാ ലോറൻസിന്റെ ആളാ. ലോറൻസിന് വേണ്ടിയാ അവനൊക്കെ ചെയ്യുന്നത്, വേണു പറഞ്ഞു. ലോറൻസിന്റെ അതിക്രമം കൂടുന്നുണ്ട്. നോക്കാം അവൻ ഏതുവരെ പോകുമെന്ന്. ഇപ്പൊ നീ അലോഷ്യസിന്റെ വീട്ടിൽ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരു കുറവ് വരാ ചെയ്യണം. ശരി സണ്ണിച്ചായ. വീണു അവിടുന്ന് പോയി. സണ്ണിച്ച വീണു കസേരയിലേക്ക് ചാരിയിരുന്ന് കണ്ണുകൾ അടച്ച്. ലോറൻസ് അജായ, അവനെ ഞാൻ തീർത്തു, ആ അലോഷ്യസിനെ. ജെയ്സൺ ലോറൻസിന്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു. എനിക്കറിയായിരുന്നു ജെയ്സ നീ ഇത് ചെയ്യുമെന്ന്. നീ മിടുക്കനാടാ. അതാ നിന്നെ തന്നെ ഞാൻ ഈ പണിയേൽപ്പിച്ച്. സണ്ണി നീ എണ്ണിക്കോടാ, ഇത് നിന്റെ പതനത്തിന്റെ തുടക്ക. ഇനി നിന്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ. ലോറൻസ് പൊട്ടിച്ചിരിച്ചു. കളത്തിൽ വീട്ടിൽ ലോറൻസ്. എല്ലാ തല്ലുകൊള്ളിത്തരവും കള്ളും കഞ്ചാവും മറ്റു പല അണ്ടർഗ്രൗണ്ട് ബിസിനസ്സുകളുള്ള ഒരുത്തൻ. പണം സമ്പാദിക്കാൻ വേണ്ടി എന്ത് വൃത്തികെട്ട പണിയും ചെയ്യാനും ഗുണ്ടകളെ കൊണ്ട് ചെയ്യിക്കാനും മടിയില്ലാത്തവൻ. അവന്റെ ആജ്ഞകൾ അനുസരിക്കുന്ന ഒരു വാടക ഗുണ്ടയാണ് ജെയ്സൺ. കൊല്ലിനും കൊലക്കും അടിപിടിക്കും ലോറൻസിന്റെ വലം കൈ. ലോറൻസിന്റെ ബിസിനസ് പാർട്ണറായിരുന്നു കുരിശുമൂട്ട് തറവാട്ടിൽ കുര്യാക്കോസ്. ഒരിക്കൽ ഇരട്ടി ലാഭത്തിനു വേണ്ടി ലോറൻസ് കുര്യാക്കോസിനെ ഒറ്റിക്കൊടുത്തു. കുര്യാക്കോസ് ജയിലിലായി. ലോറൻസ് കുര്യാക്കോസിനെതിരെ വ്യാജ തെളിവുകളും സാക്ഷികളെ അണിനിരത്തി. അങ്ങനെ കുര്യാക്കോസ് കുറ്റക്കാരാണെന്ന് കണ്ട് കോടതി അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. എന്നാൽ 2 ദിവസത്തിന് ശേഷം കുര്യാക്കോസ് ജയിലിൽ കിടന്ന് ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടു. അന്ന് ലോറൻസ് പടക്കം പൊട്ടിച്ച് കുര്യാക്കോസിന്റെ മരണം ആഘോഷിച്ചു. അന്നു മുതൽ കുര്യാക്കോസിന്റെ മകൻ സണ്ണി കുര്യാക്കോസ് ലോറൻസിനോടുള്ള പ്രതികാരം ആരംഭിച്ചു. തന്റെ അപ്പച്ചനെ കൊന്ന ആ വൃത്തികെട്ടവനെ കൊല്ലാതെ കൊല്ലുമെന്ന് അവൻ പ്രതിജ്ഞ ചെയ്തു. അന്നു മുതൽ ലോറൻസിന്റെ കഷ്ടകാലവും തുടങ്ങി. അയാൾ ചെയ്യുന്ന എല്ലാ അണ്ടർവേൾഡ് ബിസിനസ്സും സണ്ണി പൊളിച്ച് പാളീസാക്കും. ഇപ്പൊ അയാളുടെ കോടികളുടെ ഡീല് പൊളിച്ചതിനാണ് ലോറൻസ് സണ്ണിയുടെ കൂട്ടാളിയായ അലോഷ്യസിനെ ജെയ്സനെ കൊണ്ട് കൊല്ലിച്ച്. വേണോ, അലോഷ്യസിന്റെ വീട്ടിലെ ചടങ്ങെല്ലാം നന്നായി നടത്തിയോ? ഉവ്വ് സണ്ണിച്ചേ. അവനില്ലേ ആ ജെയ്സൺ, അവന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. ഞാൻ നാളെ ഡൽഹിക്ക് പോകും. തിരിച്ചു വരുമ്പോഴേക്കും അവനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിരിക്കണം. നമ്മുടെ 1-2 പിള്ളേരെ കൂടെ കൂട്ടിക്കോ. ശരി സണ്ണിച്ചേ. അപ്പച്ചാ, അമ്മച്ചി. കോളേജിൽ നിന്ന് വീട്ടിലെത്തിയ ജാൻവി ഉറക്കെ വിളിച്ചു. എന്താടി നീ ഇങ്ങനെ വിളിച്ചു പോകുന്നേ? അടുക്കളയിലായിരുന്നു അമ്മച്ചി അങ്ങോട്ടേക്ക് വന്നോണ്ട് ചോദിച്ചു. അപ്പോഴേക്കും അപ്പച്ചൻ അങ്ങോട്ടേക്ക് വന്നു. എന്നതാ മോളെ, എന്തിനാ മോള് വിളിച്ച്? അപ്പച്ചന്റെ പൊന്നോമന പുത്രൻ വീണ്ടും ഒരാളെ കുത്തിക്കൊന്നു. നിന്നോട് ആര് പറഞ്ഞു മോളെ? ഡെയ്സി കോളേജിലേക്ക് വരുന്ന വഴി ബസ്സിലിരുന്ന് കണ്ടതാ. ആ ലോറൻസ് മുതലായിട്ട് വലങ്കയ്യല്ലേ പൊന്നുമോൻ. അയാൾക്ക് വേണ്ടിയാകുമ്പോ പോലീസ് പിടിച്ച് അയാൾ ഊരിക്കൊണ്ടുവരുമല്ലോ. ഒരു ദാക്ഷിണില്ല ഒരാളെ കുത്തിവീഴ്ത്ത എങ്ങനെ കഴിയുന്നു അപ്പച്ച ഇച്ചായന്? അവള് പറയുന്നിട്ട് എനിക്ക് തന്നെ സങ്കടം തോന്നി. അപ്പൊ അയാളുടെ കുടുംബത്തിന്റെ അവസ്ഥ ഓർക്കാൻ പോലും വയ്യപ്പച്ച. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇങ്ങനെ ഒരു തലതിരിച്ചവനായി പോയില്ല മോളെ എന്റെ സന്തതി. അപ്പച്ചനും നെടുവീർപ്പോടെ പറഞ്ഞു. എന്റെ കർത്താവേ, ഈ പാപമൊക്കെ അവൻ എവിടെ കൊണ്ട് വെക്കും? അമ്മച്ചി നെഞ്ചത്ത് കൈവച്ച്. അവൻ ചെയ്യുന്ന ഈ പാപത്തിന്റെ ഒക്കെ ഫലം ഇതുപോലെ ആരുടെയെങ്കിലും കത്തിക്കോ തോക്കിനെ ഇരയായിക്കൊണ്ടാവും അനുഭവിക്കുക. അപ്പച്ചൻ പറഞ്ഞു. ഇങ്ങനെയൊന്നും പറയല്ലേ ഈശായ, ഒന്നുമില്ല അവൻ നമ്മുടെ മോനല്ലേ. മോൻ വയസ്സാം കാലത്ത് തന്തയും തള്ളയും കണ്ണീര് കുടിപ്പിക്കാനുണ്ടായ സന്തതി. മോളിപ്പോ വേറൊന്നും ചിന്തിക്കണ്ട, പോയി കുളിച്ചു വല്ലതും കഴിക്കുക. ചെല്ല്. അപ്പച്ചൻ അവളുടെ തോളിൽ തട്ടി പറഞ്ഞു. ഡൽഹിയിൽ നിന്നും മടങ്ങിയെത്തിയ സണ്ണി നേരെ ഓഫീസിലേക്ക് പോയി. അവൻ ഫോൺ എടുത്ത് നമ്പർ ഡയൽ ചെയ്തു. വേണുവിനോട് വരാൻ പറയൂ. കുറച്ചു കഴിഞ്ഞ് വേണു അങ്ങോട്ട് വന്നു. സണ്ണിച്ച. ആ വേണു, എന്തായി കാര്യങ്ങള്? ആ ജെയ്സനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടിയോ? കിട്ടി സണ്ണിച്ച. അവന്റെ വീട് ഇവിടെ കാര്യമറ്റത്താ. വീട്ടിലെ അപ്പനും അമ്മയും ഒരു പെങ്ങളും. സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബം. പെങ്ങൾ സെന്റ് തോമസ് കോളേജിലെ MA സ്റ്റുഡന്റ് ആണ്. ശരി, വീണു പൊക്കോ, ഞാൻ വിളിച്ചോളാം. ശരി സണ്ണിച്ച. നമുക്ക് ആ ജെയ്സന്റെ പെങ്ങളൊന്ന് പൊക്കാം. ചെറിയൊരു കിഡ്നാപ്പിങ്. പെങ്ങളെ രക്ഷിക്കാൻ വരാതിരിക്കില്ല, സണ്ണി പറഞ്ഞു. അവളെ ഇവിടുന്ന് പൊക്കൂ.
കോളേജിൽ പോയിരുന്ന വഴി. അവള് ബസ്സിലാണ് പോകുന്നതല്ലേ പറഞ്ഞ്? അതെ. ഇനി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ വേണു. ഇല്ല സണിച്ച, നാളെ അവളെ പൊക്കിയിരിക്കും. പിന്നെ അവളെ ഉപദ്രവിക്കരുത്. നമ്മുടെ ഗോഡനിൽ കൊണ്ടുവന്നാ മതി. ശരി സണിച്ച. പിറ്റേന്ന് കോളേജിൽ പോയിട്ട് ബസ് ഇറങ്ങി നടന്നു വരികയായിരുന്നു ജാൻവി. കുറച്ചു ദൂരം നടക്കാനുണ്ട് വീട്ടിലേക്ക്. പെട്ടെന്ന് അവൾക്ക് മുമ്പിൽ ഒരു സ്കോർപിയോ വന്ന് നിന്നു. അതിൽ നിന്ന് രണ്ടുപേര് ഇറങ്ങി. ജാൻവി അല്ലേ? അതിലൊരാൾ ചോദിച്ചു. അതെ, നിങ്ങളാരാ? അവൾ ചോദിച്ചു തീരും മുമ്പ് അവരവളെ തൂക്കിയെടുത്ത് വണ്ടിയിൽ കയറ്റിയിരുന്നു. ഏയ്, എന്നെ വിട്ടു. നിങ്ങൾക്ക് ആരാ? എന്നെ പിടിച്ചോണ്ട് വന്ന്, പ്ലീസ് എന്നെ വിട്ടു. അവൾ പറഞ്ഞൊന്നും അവർ ചെവിക്കൊണ്ടില്ല. അവരവളെ വണ്ടിയിൽ നിന്നും പിടിച്ചു വലിച്ച് ഗോഡൌണിൽ കൊണ്ടുപോയി. അവരവിടെ ഒരു മുറിയിൽ അവളെ പൂട്ടിയിട്ടു. ശേഷം ഒരാൾ അവിടെ നിർത്തിയവർ പോയി. അവൾ അവിടെ കിടന്ന് നിലവിളിച്ചു. പക്ഷെ ഒരു പ്രയോജനവും ഉണ്ടായില്ല. അവളുടെ കണ്ണ് നിറഞ്ഞു. അപ്പച്ചനും അമ്മച്ചിയും ഇപ്പോൾ തന്നെ കാണാൻ വിഷമിക്കുന്നുണ്ടാവും. അവൾക്ക് വേദന തോന്നി. അവൾ അവിടെ നിന്ന് മുഖം പൊത്തി കരഞ്ഞു. കുറച്ചു സമയത്തിന് ശേഷം ഡോർ തുറന്ന് കുറച്ചുപേർ അങ്ങോട്ടേക്ക് വന്നു. ഒരാൾ അവൾക്ക് മുമ്പിലുള്ള കസേരയിലിരുന്നു. അവൾ തലപൊക്കി അയാളെ നോക്കി. നല്ല ചുവന്ന തുടുത്ത മുഖം, കട്ടി മീശ, ചുവന്ന അധരങ്ങൾ. ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോവും. പക്ഷെ അവൾക്ക് അയാളോട് ദേഷ്യം തോന്നി. താനാണ് എന്നെ പിടിച്ചോണ്ട് വന്നേ? നിങ്ങൾ ആരാ? ഞാൻ ആരാണെന്ന് മോൾക്ക് വഴിയെ മനസ്സിലാവും. പിന്നെ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിന്റെ പുന്നാര ഏട്ടനുണ്ടല്ലോ, ആ ജെയ്സൺ, അവൻ എന്റെ മുമ്പിൽ വരുത്താനാ. അവൻ കാരണം ഒരുപാട് നഷ്ടങ്ങൾ എനിക്കുണ്ടായി. അവനോട് അതിന് പകരം ചോദിക്കണം എനിക്ക്. ആഹാ, നന്നായിട്ടുണ്ട്. അതെ, എന്റെ ഇച്ഛായനോട് വരുത്താനാണ് നിങ്ങൾ എന്നെ പിടിച്ചോണ്ട് വന്നെങ്കിൽ നിങ്ങൾ എന്നെ എത്ര നാളിവിടെ പൂട്ടിയിട്ടാലേ നടക്കില്ല. കാരണം എന്റെ ഇച്ഛായന് സ്വന്തം കാര്യം മാത്രമാണ് വലുത്. കൊല്ലും കൊല്ലായിട്ട് നടക്കുന്നവന് കുടുംബത്തോടെ എങ്ങനെയാ സ്നേഹം ഉണ്ടാവുക? എന്നെ കൊല്ലുന്ന് പറഞ്ഞാൽ പോലും അയാൾ വരില്ല. നിന്നെ രക്ഷപ്പെടാനുള്ള അടവൊക്കെ കൊള്ളാം, പക്ഷെ അതിവിടെ ചെലവാവില്ല. മിസ്റ്റർ, രക്ഷപ്പെടാനുള്ള അടവല്ല. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇച്ഛായനോട് സംസാരിക്കേ. അവന് നമ്പരാ. അവൾ പറഞ്ഞ നമ്പർ വീണു ടൈപ്പ് ചെയ്തു. ശേഷം ഫോൺ സണ്ണി ഏൽപ്പിച്ചു. സണ്ണി ഫോൺ വാങ്ങി സ്പീക്കർ മോഡിൽ ഇട്ടു. ഹലോ, ജെയ്സൺ അല്ലേ? അതെ, ആരാ? ഞാൻ സണ്ണി കുര്യാക്കോസ്. നീയോ? എന്താ കാര്യം? നീ ഞാൻ പറയുന്നിടത്ത് വരണം. ഇല്ലെങ്കിൽ ആ പുന്നാര മോനെ നിന്നെ ഇവിടെ വരുത്താൻ എനിക്കറിയാം. നിന്റെ പൊന്നു പെങ്ങളില്ലേ ജാൻവി, അവളിപ്പോ എന്റെ കസ്റ്റഡിയില്ല. നീ ഞാൻ പറയുന്നിടത്ത് വന്നില്ലെങ്കിൽ ഇവളെ ഞാൻ കൊല്ലും. അത്രേ ഉള്ളൂ. എന്നാ നീ അവളെങ്കിൽ കൊല്ലടാ. പെങ്ങളായാലും അപ്പനായാലും അമ്മയായാലും എന്റെ മനസ്സാലീലടാ ചറ്റേ. എന്നെ സംബന്ധിച്ചിടത്തോളം ലോറൻസ് മുതലാളി മാത്രം എന്റെ ദൈവം. മുതലാളി പറയുന്ന മാത്രമേ ജെയ്സൺ ചെയ്യൂ. അതുകൊണ്ട് എന്റെ സമയം എനിക്കെടുത്തിക്കാതെ വെച്ചിട്ട് പോടാ. അവൻ കോള് കട്ട് ചെയ്തു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ, അയാൾക്ക് സ്നേഹന്ന വികാരമുള്ള ആ ലോറൻസിനോട് മാത്രമാ. നിങ്ങൾക്ക് ഇച്ഛാനുള്ള ദേഷ്യം തീർക്കാൻ എന്നെ കൊല്ലാം. പക്ഷേ എന്റെ അപ്പച്ചനും അമ്മച്ചിയും അവര് പാങ്ങളാ. അവരൊന്നും ചെയ്യരുത് പ്ലീസ്. സണ്ണി വേണും പരസ്പരം നോക്കി. തകരേണ്ട. എത്ര വലിയ ഗുണ്ടയായാലും സ്വന്തം പെങ്ങൾക്ക് ആപത്ത് വന്ന ഓടിയെത്തുന്ന ഞാൻ കരുതി. പക്ഷേ ഈ ലോറൻസിനെ കുറ്റം പറഞ്ഞ് ഇച്ഛായനെ തള്ളിയിട്ട് വരുന്നുണ്ട്. അയാൾ പറയുന്ന ഇച്ഛായന് വേദവാക്യം. വേണു, ഇവളോട് നാ പൊക്കിയത് അവിടെ തന്നെ ഉണ്ടാക്കുക. സണ്ണി എഴുന്നേറ്റു. വേണു കൂട്ടി അവളെ പിടിച്ച സ്ഥലത്ത് കൊണ്ടാക്കി. വീട്ടിലെത്തിയപ്പോൾ തന്നെ കാണാൻ വിഷമിക്കുന്ന അപ്പച്ചനോടും അമ്മച്ചിയോടും ബസ് ഇട്ടാൻ വൈകിയെന്ന് അവൾ കള്ളം പറഞ്ഞു. രാത്രി കിടക്കാൻ നേരം അവൾ അന്ന് നടന്ന കാര്യങ്ങൾ ചിന്തിച്ചു. സണ്ണിയുടെ മുഖം അവളുടെ ഓർമ്മയിൽ വന്നു. ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോവും. അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ജെയ്സനെ കൊടുക്കാൻ പല വഴികൾ അവർ നോക്കി. എല്ലാത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. ഒടുവിൽ വേണുവും കൂട്ടിനും വിരിച്ച വലയിൽ അവൻ വീണു. അവനെ അവർ സണ്ണിയുടെ അടുത്തെത്തിച്ചു. അവരവനെ നന്നായി പെരുമാറി. പക്ഷെ കൊല്ലാൻ സണ്ണിക്ക് മനസ്സ് വന്നില്ല. ഒരുപക്ഷെ അവൻ ജാൻവിയുടെ ആംഗ്ലയായതുകൊണ്ടാവാം. എത്ര ദുഷ്ടനാണെങ്കിലും ആങ്ങൾക്ക് ആപത്ത് സംഭവിച്ചാൽ അത് പെങ്ങളെ വേദനിപ്പിക്കും. എന്തുകൊണ്ടോ അവളെ വേദനിപ്പിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. പലപ്പോഴും സണ്ണിയുടെ കാർ പാസ് ചെയ്തു പോകുന്നത് ജാൻവി ബസ് സ്റ്റോപ്പിൽ നിന്ന് കാണുമായിരുന്നു. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല സ്റ്റൈലാണ് പോകുന്നത്. എന്തോ അവനെ കാണുമ്പോൾ അവിടെ ഉള്ളമല്ലാണ്ട് മിടിക്കും. ഒരിക്കൽ അവനെ കാണാൻ അവൾ അവന്റെ ഓഫീസിലേക്ക് പോയി. ആരാ? സെക്യൂരിറ്റി അവളോട് ചോദിച്ചു. ഞാൻ സണ്ണിച്ചനെ കാണാൻ വന്നാ. സണ്ണിച്ചന്റെ പരിചയക്കാരിയാ. അയാൾ അവളെ അകത്തേക്ക് കയറ്റി വിട്ടു. അവൾ അകത്തേക്ക് ചെന്നപ്പോൾ ഓഫീസിലെ സ്റ്റാഫ് അവളോട് ആരാണെന്നും എന്താ കാര്യമെന്നും ചോദിച്ചു. സണ്ണിയെ പരിചയമാണെന്നും കാണാൻ വന്നാണെന്ന് അവൾ അയാളോടും പറഞ്ഞു. അയാൾ അവൾക്ക് സണ്ണിയുടെ ക്യാബിൻ കാണിച്ചു കൊടുത്തു. മേ കമിൻ സർ? യെസ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. പറഞ്ഞു കഴിഞ്ഞിട്ടാണ് സണ്ണി തല ഉയർത്തി നോക്കിയത്. ജാൻവിയോ? താനെന്താ ഇവിടെ? വെറുതെ ഇതുവഴി പോയപ്പോ സാറിന് കണ്ടിട്ട് പോകാൻ കരുതി. എന്തിനാ താനെന്നെ വെറുതെ കാണുന്നത്? ചുമ്മാ. അവൾ ചുമലുവെച്ച് പറഞ്ഞു. നോക്കു ജാൻവി, എന്റെ ഓരോ മിനിറ്റും വിലപ്പെട്ടതാ. അതിനിടയിൽ ഇങ്ങനെ തന്നെ പോലെ തമാശ കളിക്കാൻ ടൈമില്ല. താൻ പോവാൻ നോക്ക്. തന്നെ ആരെ ഇങ്ങോട്ട് കയറ്റി വിട്ടു ഇഡിയറ്റ്. അവൻ കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞു. ഓ സോറി സർ, ഏഴുള്ളവരെ കുറ്റം പറയണ്ട. സണിച്ചാന്റെ പരിചയക്കാരി എന്ന് പറഞ്ഞുകൊണ്ടാ അവരെന്നെ കയറ്റി വിട്ട്. സാറിന്റെ ഓരോ മിനിറ്റും വിലപ്പെട്ടാണെന്ന് എനിക്കറിയില്ലായിരുന്നു. സോറി, ഞാൻ പോവാ. പിന്നെ ഇത് ഞാൻ എടുക്കുക, എന്തെങ്കിലും ആവശ്യം വന്നാലോ? അവിടെ ഇരുന്ന് അവന്റെ വിസിറ്റിംഗ് കാർഡ് എടുത്തുകൊണ്ട് അവൾ എഴുന്നേറ്റ് പോയി. അവൾ തിരിഞ്ഞു പോലും നോക്കാതെ അവന്റെ ക്യാബിൽ നിന്ന് പുറത്തിറങ്ങി. അവനെന്തോ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ സങ്കടം തോന്നി. അവളോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. പാവം.
അവൻ ചിന്തിച്ചു. പിന്നെ അവനെ വഴിയിൽ വെച്ച കണ്ടാലും അവൾ മൈൻഡ് ചെയ്തിരുന്നില്ല. ഇടയ്ക്കൊരു ദിവസം അവനവളെ കണ്ടിരുന്നു. അവളുടെ അടുത്ത് കാർ നിർത്തിയെങ്കിലും അപ്പോഴേക്കും അവൾ ബസ്സിൽ കയറി അവിടുന്ന് പോയി. എന്തോ അവളങ്ങനെ പ്രതികരിച്ചില്ല. അവന്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി. അവൻ തിരിച്ചറിയുകയായിരുന്നു തന്റെ മനസ്സിൽ ജാൻവിയോടുള്ള ഇഷ്ടം. ഒരു ദിവസം ജാൻവി കോളേജിലേക്ക് പോകാനായി ഇടവഴിയിലൂടെ നടന്നു വരികയായിരുന്നു. പെട്ടെന്ന് രണ്ടുപേർ അവൾക്ക് മുമ്പിലെത്തിയ ഒരു അഡ്രസ്സ് ചോദിച്ചു. അവൾ അഡ്രസ്സിലുള്ള വീട് പറയാനായി തിരിഞ്ഞു. അവരവളെ വായപൊത്തി പൊക്കിയെടുത്തുകൊണ്ട് കുറച്ച് ദൂരെ മാറ്റിയിട്ടിരിക്കുന്ന അവരുടെ കാറിൽ കയറ്റി. അവളവരുടെ കയ്യിൽ നിന്ന് കുതിരി മാറാൻ നോക്കിയെങ്കിൽ അവൾക്ക് കഴിഞ്ഞില്ല. അവരവളെ ആളൊഴിഞ്ഞൊരു പഴയ കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയി അവിടെ മുറിക്കകത്തിട്ട് പൂട്ടി. നിങ്ങൾക്ക് ആരാ എന്നെ ഇവിടെ കൊണ്ടുവന്ന്? അത് കുറച്ച് കഴിയുമ്പോൾ അവൾക്ക് മനസ്സിലാവും, അതിലൊരാൾ പറഞ്ഞു. അവർ സണ്ണിച്ചിന്റെ ആൾക്കാരല്ലെന്ന് ജാൻവിക്ക് മനസ്സിലായി. അല്ലെങ്കിലും സണ്ണിച്ചിനെ തന്നെ കിഡ്നാപ്പ് ചെയ്യില്ല, പിന്നെ ആരാവും? അവൾ ആലോചിച്ചിരുന്നപ്പോഴാണ് ഒരാൾ അങ്ങോട്ടേക്ക് വന്ന്. അയാളെ കണ്ടപ്പോൾ അവരുടെ തലവനാണെന്ന് അവൾക്ക് മനസ്സിലായി. നിങ്ങൾ ആരാ? എന്നെ നിന്നെ പിടിച്ചോണ്ട് വന്നേ? മോൾക്ക് എന്നെ അറിയില്ല, പക്ഷെ എനിക്ക് മോളറിയാം. ജെയ്സന്റെ പെങ്ങൾ ആർക്കും അറിയാത്തത്. നിങ്ങൾക്ക് എന്റെ ഇച്ഛായൻ അറിയോ? അറിയാലോ, പക്ഷെ നേരിട്ടല്ല, എന്റെ അനിയൻ വഴി. എന്റെ അനിയാരാണെന്നല്ലേ? അലോഷ്യസ്, നിന്റെ ആങ്ങളില്ലേ? ആ ചെറ്റ ഒരു ദാക്ഷിണില്ലാക്കുന്ന അലോഷ്യസിന്റെ ചേട്ടനാടി ഞാൻ. അവന്റെ മുഖം കണ്ട് അവളൊന്ന് പേടിച്ചു. അത്രയ്ക്ക് ക്രൂരത ആ കണ്ണുകളിൽ അവൾ കണ്ടു. ഈ ചാൻ ചെയ്ത് തെറ്റിന് നിങ്ങളെന്തിനാ എന്നെ ഉപദ്രവിക്കുന്നേ? അവന് വേദനിക്കണമെങ്കിൽ നിനക്കെന്തെങ്കിലും പറ്റണം. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അവന്റെ ഫോണിലേക്ക് ഒരു വീഡിയോ ചെല്ലും. എന്താണെന്നല്ലേ? ഇവന്മാരെല്ലാം കൂടി നിന്നെ സ്നേഹിക്കുന്ന വീഡിയോ. സ്വന്തം പെങ്ങളുടെ മാനം സോഷ്യൽ മീഡിയ വഴി പറക്കുന്നുണ്ട്. അവൻ നെഞ്ചൂട്ടിക്കറിയണം. അതിൽ തീർക്കില്ല ഞാൻ. അവനെ ഇഞ്ചിഞ്ചായി കൊല്ലണം എനിക്ക്, അതും നിന്നിലൂടെ. പ്ലീസ് എന്നെ ചെയ്യല്ലേ. ഈ ചാനുള്ള പ്രതികാരം എന്തിനാ എന്റെ ജീവൻ നശിപ്പിച്ചുകൊണ്ട് തീർക്കുന്നത്? എനിക്ക് എന്ത് പറ്റിയാലും ഈ ചാനും ബാധിക്കില്ല. കൊള്ളാം, രക്ഷപ്പെടാനുള്ള നിന്റെ അടവ് എനിക്കിഷ്ടായി. പക്ഷേ രക്ഷയില്ല മോളെ. എന്റെ അനിയൻ അവന്റെ മുമ്പിൽ ജീവന് വേണ്ടി കേണ അപേക്ഷിച്ച പോലെ നീ എന്റെ മുമ്പിൽ നിന്റെ മാനത്തിന് വേണ്ടി കരയണം. നിന്റെ നെഞ്ചുപൊട്ടിയുള്ള ആ കരച്ചിൽ അവൻ കാണണം. ഇവള് കഴിക്കാൻ നില കൊടുക്ക്. 5-6 പേരെ താങ്ങാനുള്ള കരുത്ത് വേണ്ട ഇവൾക്ക്. സകല ദൈവങ്ങളെ വിളിച്ച് നീ പ്രാർത്ഥിച്ചോ. ഇനി 1 മണിക്കൂർ കൂടിയ നിന്റെ ശരീരം നിനക്ക് സ്വന്തമായിട്ടുണ്ടാവൂ. അത് കഴിഞ്ഞാൽ യുവന്മാർക്ക് ആസ്വദിക്കാനുള്ള വിരുന്ന അത്. അട്ടാസിച്ചുകൊണ്ട് അവനവിടുന്ന് പോയി. കൂടെയുള്ളവരും അവളവിടെ ഇരുന്ന് നെഞ്ചുപൊട്ടി കരഞ്ഞു. എന്റെ കർത്താവ്, കൂടെ പിറപ്പ് കാരണം മാനം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയാണല്ലോ. അവൾ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു പോയി. പെട്ടെന്നാണ് അവൾക്കൊരു കാര്യം ഓർമ്മ വന്ന്. അവൾ വേഗം കണ്ണുടച്ച് ബാഗിലെന്തോ തിരഞ്ഞു. അവളുടെ കയ്യിൽ തടഞ്ഞ കാർഡ് അവൾ കയ്യിലെടുത്തു. അതിൽ പേര് വായിച്ചു: സണ്ണി കുര്യാക്കോസ്, SK ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. അവൾ ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് ആ കാർഡിലെ നമ്പർ ഡയൽ ചെയ്തു. കർത്താവേ, സാർ ഫോൺ എടുക്കണേ. അവൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. കുറച്ചിറങ്ങിയ ശേഷം കോൾ കണക്ട് ആയി. ഹലോ സണ്ണി സാറല്ലേ? അതെ, ആരാ? ഞാൻ ജാൻവിയാണ് സർ. നിന്നോട് പറഞ്ഞില്ലേ എന്നെ സമയം എനിക്കെടുത്തെന്ന്? സർ പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ രാപത്തിൽപ്പെട്ടിരിക്കുക. സഹായം ചോദിക്കാൻ എനിക്ക് വേറെ ആരുമില്ല. കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ ഇവർ പിച്ച് ചെയ്തു. ഈ ചാനുള്ള ദേഷ്യം തീർക്കാൻ ഈ ചായക്കൊന്ന് ആലോഷ്യസിന്റെ ചേട്ടനെ പിടിച്ചോണ്ട് വന്നിരിക്കുക. ഇവിടെ MG റോഡിനടുത്ത് ഒരു പഴയ ബിൽഡിങ്ങിൽ അയാളെ പൂട്ടിയിട്ടേക്കുക. കുറച്ച് കഴിഞ്ഞ് അയാളുടെ ആൾക്കാരെ കൊണ്ട് എന്റെ മാന അയാൾ നശിപ്പിക്കുന്ന പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ആ വീഡിയോ സോഷ്യൽ മീഡിയയിലും എന്റെ ഇച്ചാനെ അയക്കുന്ന അയാൾ പറയുന്നത് എന്റെ മാന എനിക്ക് നഷ്ടപ്പെട്ട പിന്നെ ഞാൻ ജീവനോട് ഉണ്ടാവില്ല. പ്ലീസ് സർ, സാറിന് കഴിയുക എന്നോട് രക്ഷിക്കും. എന്റെ അപ്പച്ചനെ അമ്മച്ചി ഓർത്തെങ്കിലും. അവൾ കരഞ്ഞുപോയി. സണ്ണി കോള് കട്ട് ചെയ്തു. അവൻ തന്നെ രക്ഷിക്കില്ലെന്ന് അവൾക്ക് തോന്നി. അതല്ലേ ഒന്നും പറയാതെ കോള് കട്ട് ചെയ്ത് അവൾ തന്റെ വിധിയെ പഴിച്ചു. അവളുടെ കണ്ണുനീർ ചാലിട്ടൊഴുകി. കർത്താവേ, എന്റെ ജീവിതത്തോട് അവസാനിക്കാൻ പോവാ. എന്റെ അപ്പച്ചനെ അമ്മച്ചിയെ നീ തന്നെ കാത്തോണേ. കുറെ സമയത്തിന് ശേഷം ആ വാതിൽ തുറക്കപ്പെട്ടു. അയാളും കൂട്ടാളികളും ഒരു ഭക്ഷണം ചിരിയോടെ അവൾക്കടുത്തേക്ക് വന്നു. എന്താ മോള്, ഭക്ഷണം കഴിച്ചില്ലേ? ഒന്നും കഴിക്കാതിരുന്ന യുവന്മാരെ താങ്ങാൻ കഴിയുവേണ്ടേ? സാരമില്ല, അല്ലെങ്കിലും നിനക്കെന്ന് പറ്റിയാലും എനിക്കോന്മാർക്കൊരു ചുക്കുമില്ല. അതുകൊണ്ട് നീ കഴിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല. അപ്പൊ നമുക്കങ്ങ് തുടങ്ങിയാലോ? ചെല്ലടാ, ഇന്ന് നിങ്ങളുടെ ദിവസാ. അയാൾ പൊട്ടിച്ചിരിച്ചു. 2 പേർ അവൾക്കടുത്തേക്ക് വന്നു. പ്ലീസ് എന്നെ ഒന്നും ചെയ്യില്ല. നിങ്ങൾക്ക് വലിയ പെങ്ങന്മാര്, പ്ലീസ്. ഇല്ലടി കൊച്ചെ, ഞങ്ങൾക്ക് പെങ്ങന്മാരില്ല. അവന്മാര് ചിരിച്ചു. തുടങ്ങിക്കോ. ഫോണിലെ ക്യാമറ ഓൺ ചെയ്ത് അയാൾ പറഞ്ഞു. അതിലൊരാൾ അവരുടെ ടോപ്പിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. അത് തോളിൽ നിന്ന് താഴോട്ട് കീറിപ്പോയി. അവൾ മറ്റേ കൈ കൊണ്ട് തോളിൽ മറച്ചു. അപ്പോഴേക്കും മറ്റേയാൾ അവളുടെ അടുത്ത കൈയും കീറി. അവൾ ഇരു കൈയാലും തോളിനെ പൊതിഞ്ഞു പിടിച്ചു. ഒരാൾ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവൾ അയാളെ കൈ വിടുവിക്കാൻ നോക്കി. അവനവളുടെ മുടിക്ക് പിടിച്ചു വലിച്ചു. അവളുടെ അഹങ്കാരം കണ്ടില്ലേ? ഓക്കപ്പ തീരോടി. ഒരുത്തൻ അവളുടെ കൈ പിടിച്ചു വലിച്ച് അവളെ തന്നിലേക്ക് അടുപ്പിച്ചു. അവനവളുടെ അത്തരങ്ങളിൽ നോക്കി ചുണ്ടുകടിച്ചു.
അവളുടെ അതരങ്ങൾക്ക് നേരെ അവൻ തലകുനിച്ചു. പെട്ടെന്നാണ് അവന്റെ തലയിൽ ഒരു ഇരുമ്പ് തണ്ട് പതിച്ചത്. അവൻ താഴേക്ക് വീണുപോയി. എല്ലാവരും ആ ഭാഗത്തേക്ക് നോക്കി. അവിടെ കണ്ണിൽ അക്കി നിറച്ച് എല്ലാവരെയും തുറിച്ചു നോക്കുന്ന സണ്ണി. ജാൻവിയുടെ മുഖത്ത് ആശ്വാസം നിറഞ്ഞു. സണ്ണിച്ചനെന്താ ഇവിടെ? അവരുടെ തലവൻ ചോദിച്ചു. ആനിയന്റെ മരണത്തിന് ഒരു പെൺകുട്ടിയുടെ മാന ഇല്ലാതായിക്കൊണ്ടാണോടാ പ്രതികാരം ചെയ്യുന്നേ? സണ്ണിച്ച ഇവളാ ജെയ്സന്റെ പെങ്ങളാ, നമ്മൾ രണ്ടുപേരുടെയും ശത്രു. ഇവളല്ല റോയി നമ്മുടെ ശത്രു, ഇവളുടെ ഏട്ടനാ. അല്ല, സണ്ണിച്ചൻ എങ്ങനെ ഇവിടെ എത്തിയേ? ഇവളെന്നോട് സഹായം ചോദിച്ചു. സഹായം ചോദിക്കുന്നവരുടെ ആവശ്യം ന്യായമാണെങ്കിൽ ഞാൻ അവരെ സഹായിച്ചിരിക്കും. അവൻ ജാൻവിയെ നോക്കി പറഞ്ഞു. സണ്ണിച്ച പോവാൻ നോക്ക്, ഇവള് ഞങ്ങളുടെ ഇരയാ. റോയി ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇല്ല, ഇക്കാര്യത്തിൽ ആരുടെയും ഉപദേശം എനിക്ക് വേണ്ട. എന്റെ അനിയന്റെ ജീവന വരം ഇന്നിവിടെ മാനം സോഷ്യൽ മീഡിയയിൽ ഒഴുകി നടക്കും. ഇല്ല റോയി, അതൊരിക്കലും നടക്കില്ല. നിന്റെ കൂടെ നിന്ന് നിനക്ക് വേണ്ടിയിട്ടാ എന്റെ അനിയൻ മരിച്ച്. എന്നിട്ടും നീ തോലി വെളുപ്പുള്ള ഒരു പെടിനെ കണ്ടപ്പോക്കെ മറന്നുവല്ലേ? റോയി, സൂക്ഷിച്ച് സംസാരിക്കണം. ഓ, നിങ്ങളൊക്കെ മുതലാളിമാരല്ലേ, നിങ്ങൾക്കൊക്കെ എന്തോ ആവാലോ. പക്ഷേ ഇവള് ഇവിടുന്ന് രക്ഷപ്പെടില്ല. ഈ സണ്ണിയുടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവളെ കൊണ്ടുപോയിരിക്കും, ഒരു പോറൽ പോലും ഏൽക്കാതെ. ആദ്യം ഇവനെ തീർക്ക്. റോയി അലറി. എല്ലാവരും സണ്ണിയുടെ നേർക്ക് തിരിഞ്ഞു. എതിർക്കാൻ വന്ന എല്ലാവരെയും അവൻ അടിച്ചു വീഴ്ത്തി. ഒടുവിൽ റോയി ആയിരുന്നു അവൻ എതിർക്കാനെത്തിയത്. റോയിയെ അവൻ തല്ലി വീഴ്ത്തി. എല്ലാവരെയും അവൻ തോൽപ്പിച്ചു. ശേഷം ഇരുതോളിലും കൈപ്പിടിച്ച് നിൽക്കുന്ന ജാൻവിയുടെ അടുത്തേക്ക് പോയി തന്റെ കോട്ടൂരി അവൻ അവൾക്ക് ഇട്ടുകൊടുത്തു. അവൾ അവന്റെ നേരെ കൈ തൊഴുതു. അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവുന്നുണ്ടായിരുന്നു. താങ്ക്സ്, സാറ് വന്നില്ലായിരുന്നെങ്കിൽ. ഏയ് കരയണ്ട, ഞാൻ വന്നില്ലേ. അവനവളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. അവളൊരു ആശ്രയത്തിനെന്നോണം അവന്റെ നെഞ്ചിൽ തലവെച്ച് കരഞ്ഞു. അപ്പോൾ അവൾക്കൊരു തലവടൽ ആവശ്യമാണെന്ന് അറിഞ്ഞവൻ മെല്ലെ അവളുടെ പുറത്തേലോടി. ഏയ് ഞാൻ വന്നില്ലേ, പിന്നെന്താ? ഏയ് കരയാതെ. അല്ല, തനിക്കെങ്ങനെ എന്റെ നമ്പർ കിട്ടിയേ? അന്ന് സാറിന്റെ ഓഫീസിൽ നിന്നെടുത്ത് കാർഡിലെ നമ്പർ അതിന്റെ ബാഗിലുണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്ക് സാറിനെ ഓർമ്മ വന്നു. അപ്പോഴും സാറ് വരുന്ന എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. താങ്ക്സ് സർ, എന്റെ മാനവും ജീവൻ രക്ഷിച്ചതിന്. സാറിന്റെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തിയതിന് സോറി. താനും എനിക്ക് വിലപ്പെട്ടതാണല്ലോ സർ. എന്തേ സാറെന്താ പറഞ്ഞേ? നല്ല കാര്യങ്ങളൊക്കെ ഞാൻ ഒരിക്കലേ പറയൂ. വാ പോവാ. സണ്ണി നടന്നു. ജാൻവി പിന്നാലെയും. അവർ കാറിനടുത്തെത്തി. വാ കയർ, ഞാൻ വീട്ടിലാക്കാം. അവൾ അവനൊപ്പം കാറിൽ കയറി. എവിടെ വീട്? അവൾ സ്ഥലം പറഞ്ഞെടുത്തു. കാർ അവിടെ വീട്ടിലെത്തി. അവൾ ഇറങ്ങി. താങ്ക്സ് സർ. സാർ ഇറങ്ങുന്നില്ലേ? ഇല്ലടോ, പോയിട്ട് കുറച്ച് ഇറക്കുന്നുണ്ട്, ഇനി ഒരിക്കലാവും. ശരി സർ. അവൾ വീട്ടിലെത്തി നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പച്ചനും അമ്മച്ചിയും ഞെട്ടി. അവർ ജെയ്സനെ കുറെ ചീത്ത പറഞ്ഞു. അവനിനി വീട്ടിൽ കയറ്റിലെന്ന് അപ്പച്ചൻ തീർത്തു പറഞ്ഞു. വൈകുന്നേരം ജെയ്സൺ വന്നപ്പോൾ അപ്പച്ചൻ അവനോട് ദേഷ്യപ്പെട്ടു. സ്വന്തം കൂടപ്പറപ്പിന്റെ മാനത്തിന് പോലും നീ കാരണം ക്ഷതേൽപ്പിക്കാൻ പോയി. കർത്താവിന്റെ കൃപ കൊണ്ട് മാത്ര നിന്റെ പെങ്ങളിപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. ഇനി നീ ഇവിടെ വരണ്ട. ഞങ്ങളുടെ ശവം കാണാൻ പോലും നീ ഇനി പടിയവിട്ടരുത്, ദ്രോഹി. ഒക്കെ എങ്ങോട്ടെങ്കിലും. അപ്പച്ചൻ അവനെ ഇറക്കി വിട്ടു. അമ്മച്ചി എല്ലാത്തിനും നിശബ്ദ സമ്മതം മൂളി. കാരണം തന്റെ മകളുടെ മാനത്തേക്കാൾ വലുതായിരുന്നില്ല അവർക്ക് താൻ തോന്നിയായ മകൻ. അവൻ അവിടുന്ന് പോയി. മറ്റാരിലൂടെ അവൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. റോയിയെ കൊല്ലാൻ അവൻ തക്കം നോക്കി. പക്ഷെ അവനതിന് കഴിഞ്ഞില്ല. ഒരിക്കൽ ജെയ്സൺ തന്റെ സ്വത്തിലെ ഭാഗം വേണമെന്ന് പറഞ്ഞ് വീട്ടിലെത്തി. എന്നാൽ അപ്പച്ചൻ അവനൊന്നും നൽകില്ലെന്ന് തീർത്ത് പറഞ്ഞു. തനിക്ക് അവകാശപ്പെട്ട് കിട്ടിയേ തീരുമെന്ന് പറഞ്ഞ് ജെയ്സൺ അപ്പച്ചനോടും അമ്മച്ചിയോടും വഴക്കുണ്ടാക്കി. ഒടുവിൽ എല്ലാ സ്വത്തുക്കളും അപ്പച്ചൻ ജാൻവിയുടെ പേരിലാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ജാൻവിയുടെ നേരെ തിരിഞ്ഞു. എല്ലാം കൂടി ഒറ്റക്കങ്ങ് വിഴുങ്ങാന്ന് എഴുതിയല്ലേടി നീ? അവനവളുടെ കഴുത്തിൽ പിടിച്ചു. അപ്പച്ചനും അമ്മച്ചി അവനെ തടയാൻ നോക്കി. പക്ഷെ അവൻ അവളെ പിടിച്ചു തള്ളി. നിന്നെ എല്ലാം കൂടി തീറ്റിക്കില്ല ഞാൻ, കേരടി പുല്ലേ. അവൻ ഇറങ്ങിപ്പോയി. ജാൻവിയുടെ തറയിൽ ചെന്നിടിച്ചു. അവൾക്ക് ബോധം നഷ്ടപ്പെട്ടു. ഓളെ അമ്മച്ചിയും അപ്പച്ചനും അവൾക്കടുത്തേക്ക് ഓടി. അവളുടെ തലയിൽ നിന്ന് ചോര വരുന്നുണ്ടായിരുന്നു. അവരവളെ വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം കുറച്ചുനാൾ അവളെ അവരൊരു ബന്ധുവിന്റെ വീട്ടിലാക്കി. ഇതിനിടയിൽ പല പ്രാവശ്യം ജെയ്സൺ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി. അന്ന് ജാൻവി രക്ഷപ്പെടുത്തിയതിനു ശേഷം സണ്ണി അവളെ കണ്ടിരുന്നില്ല. ഇപ്പോൾ ഏകദേശം 1 മാസത്തോളാവുന്നു അവനവളെ കണ്ടിട്ട്. ബിസിനസ് ടൂറൊക്കെ ഉണ്ടായിരുന്ന കാരണം അവളെ വിളിക്കാനും കഴിഞ്ഞില്ല. വീട്ടിൽ വന്നതിന് ശേഷം അവനവളെ വിളിച്ചു. ഹലോ, ഓർമ്മയുടെ ഇങ്ങനെ ഒരാളെ? അങ്ങനെ മറക്കാൻ പറ്റുന്ന ഒരാളല്ലോ സാർ എനിക്ക്. പിന്നെന്താണ് താൻ എന്നെ ഒന്നും വിളിക്കുകയും ചെയ്യാത്തത്? ഏയ്, സാറിന്റെ തിരക്കുകൾക്കിടയിൽ ഞാൻ വിളിച്ച് ശല്യപ്പെടുന്നത് ശരിയല്ലെന്ന് തോന്നി. അപ്പൊ അന്ന് താൻ എന്നെ വിളിച്ചോ? അന്ന് എന്റെ മനസ്സിൽ എന്നെ രക്ഷിക്കാൻ സാറിൻ്റെതല്ലാതെ വേറൊരു മുഖവും വന്നില്ല. ഞാനൊരു ബിസിനസ് ടൂറിലായിരുന്നു, അതാ തന്നെ വിളിക്കാൻ കഴിയാതിരുന്നത്. ഇന്നലെ രാത്രി എത്തിയതേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും വിശേഷം? അവന്റെ ശല്യം പിന്നെ ഉണ്ടായോ? ഇപ്പൊ മറ്റാരുമില്ല സർ, എന്റെ ശത്രു എന്റെ ആങ്ങള തന്നെയാ. താനെന്തോടെ പറയുന്നേ? എന്തു പറ്റി? അവളുണ്ടായ കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞു. ഇത്രയൊക്കെ സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ട് തനിക്കെന്നൊന്ന് വിളിക്കാൻ പോലും തോന്നിയില്ലല്ലോ ജാൻവി. ആട്ടെ, ഇപ്പൊ എങ്ങനെയുണ്ട്? മുറിവ് തുടങ്ങിയോ? ഇപ്പൊ ഞാനൊരു ബന്ധുവിന്റെ വീട്ടിലാ. ഈ ചായനെ പേടിച്ച് അപ്പച്ചനും അമ്മച്ചി എന്നെ ഇവിടെ ആക്കിയിരിക്കുക.
താനിപ്പോ എവിടെ നിൽക്കുന്നത്? ഏതാ സ്ഥലം? ആളവന് സ്ഥലം പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഞാൻ വിളിച്ചോളാം. ശരി സാർ. അതെ, ഈ സാറ് വിളി നിർത്തിക്കോ. ഇനി സണ്ണിച്ചായെന്ന് മതിയോ? ആന്നേ. ഓക്കെ. ഇരുവരും പുഞ്ചിരിച്ചു. അന്ന് വൈകുന്നേരം സണ്ണിയോടെ വിളിച്ചു. താനൊന്ന് പുറത്തിറങ്ങി. എന്താ? പുറത്തിറങ്ങടി. അവൾ സംശയത്തോടെ പുറത്തിറങ്ങി. അവൻ നോക്കിയതേ കൺമുമ്പിൽ സണ്ണിച്ചൻ. സണ്ണിച്ചനോ? എങ്ങനെ ഇവിടെ? അതെ, ഈ സണ്ണിച്ചനെ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു നാടുമില്ലേ കേരളത്തില്, അറിയാവോ തനിക്ക്? ഇവിടെ അടുത്ത തന്നെ അമ്മച്ചിയുടെ നാട്. താൻ പറഞ്ഞപ്പോ ലൊക്കേഷനിൽ മനസ്സിലായി. അപ്പൊ തനിക്കൊരു സർപ്രൈസ് തരാന്ന് കരുതി. അപ്പോഴാണ് അവരുടെ ആന്റി അങ്ങോട്ടേക്ക് വന്ന് സണ്ണി അമ്മച്ചിയുടെ പേര് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ അയൽക്കാരിയാണ് സണ്ണിച്ചന്റെ അമ്മച്ചിയെന്ന്. അവരവനകത്ത് സ്വീകരിച്ചിരുത്തി. അപ്പോഴേക്കും അവിടെ അങ്കിളും അങ്ങോട്ടേക്ക് വന്നു. പിന്നെ എല്ലാവരും പരിചയപ്പെട്ടു. അങ്ങനെ അന്ന് മുതൽ സണ്ണിച്ചനും ജാൻവിയും നല്ല കൂട്ടായി. ഇടയ്ക്കൊക്കെ അവർ പരസ്പരം കാണുമായിരുന്നു. സണ്ണി ജാൻവിയുടെ വീട്ടിൽ വന്ന് അപ്പച്ചനെയും അമ്മച്ചിയെയും കണ്ടു. ജാൻവിയുടെ അമ്മച്ചിയും സണ്ണിയുടെ അമ്മച്ചിയും ഒരേ നാട്ടുകാരാണെന്ന് അവൻ പറഞ്ഞു. ജാൻവിയുടെ പിറന്നാൾ ദിവസം രാവിലെ അവൾ പള്ളിയിൽ പോയി കുർബാന സ്വീകരിച്ച് സ്ഥിരം പോവാറുള്ള ഓർഫനേജിൽ പോയി. ഇടയ്ക്കൊക്കെ അവൾ അവിടെ പോവാറുണ്ട്. കുറെ നേരം അവിടുത്തെ കുട്ടികളോടൊപ്പം ചെലവഴിക്കും. ആ പിറന്നാൾ ദിവസവും അവൾ അവിടുത്തെ കുട്ടികൾക്ക് ഉടുപ്പുകളും സമ്മാനങ്ങളും ചോക്ലേറ്റുകളുമായി അവൾ എത്തി. അവൾ അവിടെ എത്തിയപ്പോൾ അവിടെ മദറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സണ്ണിയാണ് കണ്ടത്. സണ്ണി ചായ? ജാൻവി, നീ എന്താ ഇവിടെ? ഞാനിടക്കൊക്കെ ഇവിടെ വരാറുണ്ട്. അതെയോ? അല്ല, ഇതാരും പിറന്നാളുകാരിയോ? മദർ ചോദിച്ചു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കണം മദർ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പിറന്നാളോ? ആരുടെ? സണ്ണി ചോദിച്ചു. ഈ നിൽക്കുന്ന ജാൻവി മോളുടെ. എല്ലാ പിറന്നാൾ ദിവസവും ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പുകളും ചോക്ലേറ്റുകളും സമ്മാനങ്ങളായിട്ട് ഇവളെത്തും. കുറെ വർഷങ്ങളായിട്ട് അതിനൊരു മുടക്കവും വരുത്തിയിട്ടില്ല. അല്ല, നിങ്ങൾക്ക് പരസ്പരം അറിയോ? മദർ ചോദിച്ചു. അതെ മദർ, ഞങ്ങൾ കുറച്ചാളായിട്ട് അറിയാം, ജാൻവി പറഞ്ഞു. നിങ്ങൾ സംസാരിക്കും, ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ, മദർ പറഞ്ഞു. അല്ല, സണ്ണിച്ച ഇവിടെ വരാറുണ്ടോ? അവനൊന്നും മിണ്ടാതെ അകത്തേക്ക് പോയി. അവൾ പിന്നാലെ പോയി. അവിടുത്തെ കുട്ടികളുമായി കുറച്ച് സമയം ചെലവഴിച്ച് അവൻ പോവാനിറങ്ങി. ഒപ്പം അവളും ഇറങ്ങി. അവൻ അവളോട് മിണ്ടാതെ കാറിനടുത്തേക്ക് പോയി. അവൾ പിന്നാലെ നടന്നു. സണ്ണിച്ച, നിക്ക്, പോലെ പ്ലീസ്, ഒന്ന് നിക്ക്. അവൾ അവന്റെ മുമ്പിൽ കയറി ഇരുന്നു. മുനീത് മാറി ജാൻവി. ഇച്ചായ പ്ലീസ്, പിണങ്ങല്ലേ? അല്ല, പിണങ്ങാനൊക്കെ ഞാൻ നിന്റെ ആരാ? ഇച്ച എന്തീ പറയുന്നേ? അല്ല, ഞാൻ നിന്നെ നല്ലൊരു സുഹൃത്താണെന്നായിരുന്നു എന്റെ വിശ്വാസം. എന്നാ അങ്ങനെയല്ലേ നീ തെളിയിച്ചു. അല്ലായിരുന്നു നിന്റെ പിറന്നാൾ മറ്റുള്ളവർ പറഞ്ഞ് അറിയേണ്ടി വരില്ലായിരുന്നു എനിക്ക്. ഇച്ചായ, അങ്ങനെ എന്റെ പിറന്നാൾ വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും ഞാൻ കൊടുക്കാറില്ല. കുഞ്ഞുനാളിലൊക്കെ അപ്പച്ചനും അമ്മച്ചിയും കേക്കൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്യിപ്പിക്കായിരുന്നു. വലുതായപ്പോൾ ഇച്ചായൻ തലയിരിഞ്ഞു പോയില്ലേ. പിറന്നാൾ കേക്ക് വാങ്ങിയെന്ന് വീട്ടിൽ നിന്ന് ഇച്ചായൻ്റെ ഒക്കെ ചവിട്ടുനാളൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ അപ്പച്ചനോടും അമ്മച്ചിയോടും പറഞ്ഞ പരിപാടി നിർത്തിച്ചു. ഇപ്പൊ രാവിലെ പള്ളിയിൽ പോയി കുർബാനയിൽ പങ്കുള്ളൂ. ഇവിടെ വന്ന് ഈ കുഞ്ഞുങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കും. വീട്ടിൽ ഇച്ചായനില്ലെങ്കിൽ അപ്പച്ചനും അമ്മച്ചിയും സദ്യ ഉണ്ടാക്കി ഞങ്ങൾ കഴിക്കും. അത്ര തന്നെ. ഇപ്പൊ എനിക്കിതൊന്നും ഒരു വിശേഷമല്ല ഇച്ചായ, അതാ ഞാൻ. എന്നാൽ നമ്മൾ പരിചയപ്പെട്ടിട്ട് ആദ്യത്തെ പിറന്നാളല്ലേ, അതിന് തന്നെ ഫസ്റ്റ് വിഷ് ചെയ്യാനുള്ള അവകാശം ഫ്രണ്ടിനില്ലേടി. ഓ സോറി ചായ, അടുത്ത പിറന്നാളാവട്ടെ, ഫസ്റ്റ് വിഷ്. അതിന് നിന്റെ അനുവാദം എനിക്കിനി ആവശ്യമില്ല. ഓഹോ, അങ്ങനെയാണോ? അതെ, അങ്ങനെ തന്നെയാ. അപ്പൊ എന്നുള്ള പിണക്കം മാറിയില്ല അല്ലേ? മാറി, പക്ഷെ ഒരു കണ്ടീഷൻ. എന്ത് കണ്ടീഷൻ? ഇന്നതും നിന്റെ ദിവസം എനിക്ക് തരണം. എന്റെ കൂടെ ഞാൻ കൊണ്ടുപോകുന്നിടത്തേക്ക് നീ വരണം. ഞാൻ പറയുന്നൊക്കെ അനുസരിക്കണം. എന്താ? സമ്മതിച്ചു. എന്നാ കയറി. അവൻ കാറിൽ കയറി. അവളും. അവരാദ്യം പോയതൊരു 5 സ്റ്റാർ ഹോട്ടലിലാണ്. ഇന്ന് എന്റെ ചെലവ്. ഓ ആയിക്കോട്ടെ. അവൻ ഫുഡ് ഓർഡർ ചെയ്തു. ഇരുവരും കഴിച്ചു. ശേഷം അവർ നേരെ പോയതൊരു ടെക്സ്റ്റൈൽസിലേക്കാണ്. അവൻ അവൾക്ക് കുറെ ഡ്രസ്സ് വാങ്ങി. ഇതൊന്നും വേണ്ട സനീച്ച. നീ എനിക്ക് വാക്കെന്നാ, ഞാൻ പറയുന്ന അനുസരിക്കാന്ന്. മിണ്ടാ എന്റെ കൂടെ. അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. അവന്റെ പിന്നാലെ പോയി. അവിടുന്ന് ഇറങ്ങി അവർ പോയത് ജ്വല്ലറിയിലേക്കാണ്. അവൻ അവൾക്കായി ഒരു ഡയമണ്ട് റിംഗ് വാങ്ങി. ഇച്ചാ ഇത്? അവൻ അവളെ നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുകൊണ്ട് അവൾ പിന്നെ അവനോടൊന്നും പറഞ്ഞില്ല. അവിടെ നിന്നും കാറിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് ജെയ്സൺ അവരെ കണ്ടത്. അവൻ വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. അവനെ കണ്ടത് അവളൊന്ന് ഞെട്ടി. നിനക്ക് ഇവനായിട്ട് എന്താടി വന്നോ? ജെയ്സൺ അവളോട് ചോദിച്ചു. അത് ഞാൻ. എന്നെ കൊല്ലാൻ നടക്കുന്ന ഇവനോട് തന്നെ വേണല്ലേടി നിനക്ക് ലോയും കൂടാൻ. അവൻ അവളെ തല്ലാനായി കയ്യോങ്ങിക്കൊണ്ട് അവൾക്ക് അടുത്തേക്ക് പോയി. മിസ്റ്റർ, അവളെ തൊട്ടുപോകരുത്. അത് പറയാൻ നീ ആരാടാ? എന്റെ പെങ്ങളെ ഞാൻ തല്ലും കൊല്ലും. അത് നീ അറിയേണ്ട കാര്യമില്ല. നീ പോവാൻ നോക്ക്. വാളിയടാ. അവനവളെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകാൻ നോക്കി. എന്റെ വീട്ടാ നിന്നോടല്ലേ അവളെ വിടാൻ പറഞ്ഞേ. സണ്ണി അവനടുത്തേക്ക് ചെന്ന് അവനെ പിടിച്ചു കളി. നീ കയറി. അവർ വേഗം കാറിൽ കയറി അവിടെ നിന്ന് പോയി. കാറിലിരുന്ന് അവൾ വല്ലാതെ അസ്വസ്ഥയായിരുന്നു. എന്താടി, എന്താ നിന്റെ മുഖം അല്ലാണ്ട്? ഇനി ചായ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കും. ഇല്ല, ആരും നിന്നെ ഒന്നും ചെയ്യില്ല, ഞാനല്ലേ പറയുന്നേ. കുറച്ചേരം അവർക്കിടയിൽ മൗനം നിറഞ്ഞു. ഡീ, ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ? ചോദിക്കേ. നിനക്ക് ഇഷ്ടമാണോ ഡി?
ആളോ അവന്റെ മുഖത്തേക്ക് നോക്കി. ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഞാൻ ഇച്ചായനോടൊപ്പം വന്ന്? ആ ഇഷ്ടമല്ല, ഞാൻ നിന്റെ കഴുത്തിനൊരു മിന്നേറ്റിക്കോട്ടെ. ഇച്ചായ, നിന്റെ സമ്മതം അറിയാൻ നിന്റെ വീട്ടിൽ ചോദിക്കാൻ പറ്റില്ലല്ലോ. നിനക്കിഷ്ടമാണെങ്കിൽ നിന്റെ അപ്പച്ചന്റെ അമ്മച്ചിയുടെ സമ്മതത്തോടെ നിന്നെ ഞാൻ ഇന്ന് തന്നെ കൊണ്ടുപോകും. ആർക്കും ഉപദ്രവിക്കാൻ നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഇച്ചായ. അവളുടെ കണ്ണു നിറഞ്ഞു. എന്താടി? അവനവളുടെ കയ്യിൽ പിടിച്ചു. അവൾ കരച്ചിലോട് അവന്റെ തോളിൽ തലയായിച്ചു. അവളൊരു കയ്യാൽ അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവനൊരു കയ്യാൽ അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളുടെ നെറുകയിൽ അധരങ്ങൾ ചേർത്തു. കരയണ്ട, ഇനി ഞാനുണ്ടാവും എന്നും നിനക്ക് കാവലായി. വീട്ടിലെത്തിയ അപ്പച്ചന്റെ അമ്മച്ചിയുടെ ആശീർവാദത്തോടെ അവനവളെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പിറ്റേന്ന് പരിശുദ്ധമായ ആൾത്താരയ്ക്ക് മുമ്പിൽ വെച്ച് അവൻ അവളുടെ കഴുത്തിൽ മിന്നിയാർത്തി. അവനവളെ തന്റെ പാതിയാക്കി. അവന് നെഞ്ചോട് ചേർന്ന ആ ചൂടുപറ്റിയ സമാധാനത്തോടെ ഓരോ ദിവസം അവൾ ഉറങ്ങി. ഇന്ന് അവൾ കഴിഞ്ഞുള്ളവന് മറ്റെന്തോ. അവൾ തന്റെ ജീവിത സഖിയാക്കിയിട്ട് നാളെ 1 വർഷമാവുന്നു. ഇന്ന് അവളുടെ പിറന്നാൾ. കഴിഞ്ഞ വർഷം ലഭിക്കാതെ പോയ ആ ഭാഗ്യം ലഭിക്കാൻ അവൻ ഇന്ന് ഉറങ്ങാതെ കാത്തിരുന്നു. കൃത്യം 12 മണിയായപ്പോഴേക്കും തന്റെ നെഞ്ചിലെ ചൂട് പറ്റി ഉറങ്ങാൻ തന്റെ പെണ്ണിനെ അവൻ തട്ടി വിളിച്ചു. ജാൻവി മോളെ. എന്താ ചായ? അവൾ ഉറക്കച്ചടവോട് അവനോട് ചോദിച്ചു. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ സ്വീറ്റ് ഹാർട്ട്, ഐ ലവ് യു. അവൾ കണ്ണു വീഴ്ച അവനെ നോക്കി. പിന്നെ ക്ലോക്കിലേക്ക്. സമയം കൃത്യം 12 മണി. താങ്ക് യു ചായ. അവൾ അവനെ കെട്ടിപ്പിടിച്ച് അവന്റെ കവളിൽ ഉമ്മ വെച്ചു. അന്ന ദിവസം അവൻ അവൾക്കായി അനേകം സർപ്രൈസുകൾ ഒരുക്കിയിരുന്നു. എല്ലാം കഴിഞ്ഞ് അവർ പോയത് സെമിത്തേരിയിലേക്കാണ്. അവളുടെ അപ്പച്ചനും അമ്മച്ചിയും ഉറങ്ങുന്നിടത്തേക്ക്. അവരുടെ കല്ലറിൽ പൂക്കൾ വെച്ച് അവൾ പ്രാർത്ഥിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. അവൻ അവളെ ചേർത്ത് പിടിച്ചു. എന്നാടി ഇത്? അപ്പച്ചനോടും അമ്മച്ചിയോടും സന്തോഷം പങ്കിടാൻ വന്നിട്ട് ഇങ്ങനെ കരഞ്ഞാലെങ്ങനെയാ? പറയുന്നില്ലേ നമ്മുടെ ജീവിതത്തിലെ പുതിയ വിശേഷം അപ്പച്ചനോടും അമ്മച്ചിയോടും? എന്നാ പറയും. അപ്പച്ച, അമ്മച്ചി, ഇന്നെന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം. എന്റെ അച്ഛൻ്റെ ജീവന് എന്റെ ഉള്ളിൽ വളരുന്നുണ്ടറിഞ്ഞ ദിവസം. ഇന്ന് ഇരട്ടി മധുര. എന്റെ പിറന്നാൾ ദിവസം തന്നെ ഇങ്ങനെ ഒരു സന്തോഷം. ഒരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. ഈ സന്തോഷം പങ്കിടാൻ നിങ്ങൾ കൂടെയില്ല എന്നുള്ള സങ്കടം. ആര് പറഞ്ഞു അവർ കൂടില്ലാന്ന്? എപ്പോഴും അവർ നമ്മളോടൊപ്പം, നമ്മളെ നിഴലായി കൂടെയുണ്ട്. വാ പോവാ. അവനവളെ ചേർത്ത് പിടിച്ച് തിരിഞ്ഞടന്നു. സണ്ണി അവളെ തന്റെ വീട്ടിൽ കൊണ്ടുപോയതിനു ശേഷം 2 ദിവസം കഴിഞ്ഞാണ് ജെയ്സണൊക്കെ അറിഞ്ഞ്. അവൻ വീട്ടിൽ ചെന്ന് പ്രശ്നമുണ്ടാക്കി. അപ്പച്ചനും അമ്മച്ചിയും വഴക്കായി. ഒടുവിൽ അവൻ ദേഷ്യത്തിൽ അവരെ തള്ളി വീഴ്ത്തി അവിടെ നിന്ന് പോയി. പക്ഷെ അവരിരുവരും തലയിടിച്ച് വീണു. ഒന്ന് എഴുന്നേൽക്കാനാവാതെ ബോധമറ്റ് അവിടെ കിടന്ന് രക്തം വാർന്ന് ഇരുവരും മരിച്ചു. ജെയ്സൺ ജയിലിലുമായി. സണ്ണിയുടെ സ്വാധീനം ഉപയോഗിച്ച് അവന് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുത്തു. അപ്പച്ചനും അമ്മച്ചിയിൽ നിന്നുള്ള സങ്കടം ജാൻവിയെ പലപ്പോഴും വല്ലാണ്ട് വേദനിപ്പിക്കും. അപ്പോഴേക്ക് അപ്പച്ചനും അമ്മച്ചിയും ഒക്കെയായി സണ്ണി അവളെ തന്റെ മാറോട് ചേർക്കും. ഇന്നാൾ അവന്റെ ചോര ഉദരത്തിൽ വഹിച്ച് അവന്റെ മാത്രം ജീവനായി. അവന്റെ ഹൃദയതാളമായി അവനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നു.